മിനി സ്ക്രീനിലും ബിഗ് സ്ക്രീനിലും ഒരുപോലെ ആരാധകരുള്ള താരമാണ് മണിക്കുട്ടൻ. സീരിയലിലൂടെയാണ് താരം ആദ്യം പ്രേക്ഷകരുടെ മുന്നിലെത്തിയത്. സൂര്യ TV സംപ്രേഷണം ചെയ്ത കായംകുളം കുച്ചുണ്ണിയാണ് നടന്റെ ആദ്യത്തെ ശ്രദ്ധിക്കപ്പെട്ട പരമ്പര. ടൈറ്റിൽ കഥാപാത്രത്തെയാണ് മണിക്കുട്ടൻ എന്ന് അവതരിപ്പിച്ചത്. ഇന്നും ആ പഴയ കായംകുളം കുച്ചുണ്ണി പ്രേക്ഷകരുടെ ഇടയിൽ ചർച്ചാ വിഷയമാണ്. 2005 പുറത്തിറങ്ങിയ വിനയൻ ചിത്രമായ ബോയ് ഫ്രണ്ടിലൂടെയാണ് മണിക്കുട്ടൻ സിനിമയിലെത്തിയത്. ആദ്യ ചിത്രം ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. പിന്നീട് മികച്ച പ്രേക്ഷക സ്വീകാര്യതയാണ് നടന് ലഭിച്ചിരുന്നത്. സിനിമയിൽ ചെറിയ വേഷമാണെങ്കിൽ പോലും മണിക്കുട്ടൻ പ്രേക്ഷകരുടെ ഇടയിൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. മമ്മൂട്ടി, മോഹൻലാൽ ചിത്രങ്ങളുടെ ഭാഗമാകാൻ നടന് കഴിഞ്ഞിരുന്നു. ഇപ്പോഴിതാ മണിക്കുട്ടൻ്റെ ജീവിതത്തിൽ മറ്റൊരു അധ്യായം ആരംഭിച്ചിരിക്കുകയാണ്. ബിഗ് ബോസ് മലയാളം സീസൺ 3 ടൈറ്റിൽ വിന്നർ ആയിരിക്കുകയാണ് താരം. ഓഗസ്റ്റ് 1 നടന്ന ഫിനാലെയിൽ ലാലേട്ടനാണ് വിജയിയായി മണിക്കുട്ടനെ പ്രഖ്യാപിച്ചത്. 2ാം സ്ഥാനം സായി വിഷ്ണുവാണ് സ്വന്തമാക്കിയത്. ബിഗ് ബോസ് ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ സജീവമായി നടക്കുകയാണ്. ഇപ്പോഴിതാ തൻ്റെ ബിഗ് ബോസ് ജീവിതത്തെക്കുറിച്ച് മനസ്സ് തുറന്നിരിക്കുകയാണ് മണിക്കുട്ടൻ. സിനിമ മനസ്സിൽ കണ്ടുകൊണ്ടാണ് ബിഗ് ബോസിലും പുറത്തും 100% നിൽക്കുന്നതെന്നാണ് താരം പറയുന്നത്. അഭിമുഖത്തിനിടയിലാണ് വിശേഷങ്ങൾ പങ്കുവെച്ചുകൊണ്ട് നടൻ എത്തിയത്. തീവ്രമായി ആഗ്രഹിച്ച് അതിനായി പരിശ്രമിച്ചാൽ എന്തായാലും വിജയമുണ്ടാകുമെന്ന് സ്വന്തം ജീവിതത്തിലൂടെയാണ് തെളിയിച്ചിരിക്കുന്നതെന്നും താരം പറയുന്നുണ്ട്. 3ാം സീസണിൽ മാത്രമല്ല, ആദ്യ 2 സീസണിലേക്കും ക്ഷണം ലഭിച്ചിരുന്നുവെന്നാണ് മണിക്കുട്ടൻ പറയുന്നത്. എന്നാൽ 1-2 സീസണുകളിൽ പോകാൻ കഴിഞ്ഞില്ലെന്നും താരം പറയുന്നുണ്ട്. നടന്റെ വാക്കുകൾ ഇങ്ങനെ: ആദ്യത്തെ 2 തവണ ബിഗ് ബോസിൽ നിന്നും ക്ഷണം ലഭിച്ചിരുന്നു. ആദ്യ സീസൺ നടക്കുന്ന സമയത്തായിരുന്നു കുമാരസംഭവത്തിന്റെ ഷൂട്ട് നടക്കുന്നത്. 2ാമത്തെ സീസൺ സമയത്ത് മാമാങ്കം, മരയ്ക്കാർ എന്നീ ചിത്രങ്ങളുടെ തിരക്കിലായിരുന്നു താൻ. അതിനാൽ പോകാൻ സാധിച്ചിരുന്നില്ല. എന്നാൽ ലോക്ക്ഡൗൺ സമയത്ത് വീട്ടിലിരിക്കുമ്പോഴാണ് 3ാമത്തെ സീസണിനായി വീണ്ടും തന്നെ വിളിക്കുന്നത്. നിൽക്കാവുന്നിടത്തോളം അവിടെ നിൽക്കാം എന്നാണ് ആദ്യം ഞാൻ വിചാരിച്ച് പോയത്. ബിഗ് ബോസിൽ തിയേറ്ററുകൾ തുറക്കാനും സിനിമയിൽ നിന്നും അവസരങ്ങൾ വരാനുമൊക്കെ സമയമെടുക്കുമല്ലോ. ബിഗ് ബോസിലാവുമ്പോൾ പ്രേക്ഷകർക്ക് കാണാനും അവരുമായി കണക്ട് ചെയ്യാനും അവസരം ലഭിക്കുകയും ചെയ്യും. 100 ദിവസം അവിടെ നിൽക്കണമെന്നും ഫ്ലാറ്റ് നേടാൻ എന്തു ചെയ്യണമെന്നുമുള്ള പ്ലാനിംഗ് ഒന്നും ഇല്ലായിരുന്നു തനിക്ക്. ഇന്നത്തെ ദിവസം എങ്ങനെ നിൽക്കുമെന്ന് മാത്രമാണ് ആലോചിച്ചിരുന്നത്. ഒരു വലിയ യാത്രയായിരുന്നു ബിഗ് ബോസ്. തൊഴിലെത്തി 2 ആഴ്ച പിന്നിട്ടപ്പോഴാണ് ടാസ്കുകളും മറ്റും കിട്ടിത്തുടങ്ങിയത്. അപ്പോഴാണ് തനിക്കിത് പ്രയോജനപ്പെടുത്താവുന്ന നല്ലൊരു പ്ലാറ്റ്ഫോം ആണല്ലോ എന്ന് തോന്നിയത്. ആ പ്ലാറ്റ്ഫോമിൽ ഞാൻ ഇത്രയും നാൾ നടത്തിയ ഹോംവർക്ക് ഉപയോഗിക്കുകയാണ് ചെയ്തത്. അങ്ങനെ ഓരോ ദിവസമായി പിന്നിട്ട് ഫിനാലയിലേക്ക് എത്തിയപ്പോൾ അതൊരു വലിയ സന്തോഷമാണ്. നമ്മളൊരാഗ്രഹത്തിനായി പൂർണ്ണ മനസ്സോടെ ഇറങ്ങിത്തിരിച്ചാൽ അതിനെ പ്രകൃതി പിന്തുണയ്ക്കും. ഇടയ്ക്ക് നമ്മളൊന്ന് തളർന്നു പോയാൽ പ്രകൃതി അത് മനസ്സിലാക്കി നമുക്ക് കരുത്ത് പകരും. ലോകം കൂടെ നിൽക്കും. അതാണ് അവിടെ സംഭവിച്ചത്. ആ ഒരു എക്സൈറ്റ്മെന്റ് ആയിരുന്നു ഫിനാലെ വേദിയിൽ നിൽക്കുമ്പോൾ. നമ്മൾ പ്രയത്നിച്ചാൽ മാത്രം മതി, ബാക്കിയെല്ലാം പിറകെ വരും. ബിഗ് ബോസ് സീസൺ 3 പോകുന്ന വിവരം സുഹൃത്തുക്കളെയൊന്നും ഞാൻ അറിയിച്ചിരുന്നില്ല. ആദ്യത്തെ 2 സീസണുകളിൽ ക്ഷണം കിട്ടിയത് സുഹൃത്തുക്കൾ അറിഞ്ഞിരുന്നു. പോകുന്നുണ്ടോ, സൂക്ഷിക്കണേ എന്നൊക്കെയായിരുന്നു സുഹൃത്തുക്കൾ അന്ന് പറഞ്ഞത്. എന്നാൽ 3ാം സീസണിൽ പോകുന്ന കാര്യം ആരും അറിഞ്ഞിരുന്നില്ല. ക്വാറന്റൈനു ശേഷം ഷോയിൽ കയറുന്ന 2 ദിവസം മുൻപാണ് അടുത്ത ചങ്ങാതിമാർ തന്നെ അറിയുന്നത്. തനിക്കിത് വേണോ എന്നാണ് അവർ ആദ്യം ചോദിച്ചത്. ലോക്ക്ഡൌണിനെ തുടർന്ന് ജീവിതം സ്തംഭിച്ചു നിൽക്കുന്ന സമയത്തായിരുന്നു ഓഫർ വന്നത്. അപ്പോൾ കാലിനും പരിക്കു പറ്റിയിരുന്നു. പിന്നെ രണ്ടാമതൊന്നും ആലോചിച്ചിരുന്നില്ല. മുന്നിൽ വരുന്ന അവസരങ്ങൾ ഉപയോഗിക്കുക എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കോവിഡും ലോക്ക്ഡൌണും ആണെങ്കിലും ചിലവിന് കുറവൊന്നുമില്ലായിരുന്നു. ചിലവ് കൂടുന്നുണ്ടായിരുന്നു ആ സമയത്ത്. വേറൊന്നും ഞാൻ ചിന്തിച്ചിരുന്നില്ല. എത്ര ദിവസം നിൽക്കാൻ പറ്റുമോ അത്ര നാൾ ഞാനായിട്ട് നിൽക്കുക. ചിലപ്പോൾ ആദ്യത്തെ ആഴ്ചയിൽ തന്നെ എലിമിനേറ്റ് ആയേക്കാം. സാമ്പത്തികപരമായും ഗുണമുള്ള കാര്യമാണല്ലോ എന്നാണ് ഞാൻ കൂട്ടുകാരോടന്ന് പറഞ്ഞിരുന്നത്. ബിഗ് ബോസിലെ സൗഹൃദങ്ങളെക്കുറിച്ച് മണിക്കുട്ടൻ പറഞ്ഞിരുന്നു. എല്ലാവർക്കും സ്വപ്നങ്ങളുണ്ട്. എല്ലാവരുടെയും സ്വപ്നങ്ങൾക്കും അവരുടെ ജീവിതത്തിൽ പ്രാധാന്യവുമുണ്ട്. അതിൻ്റെ ഭാഗമായി ഉണ്ടാവുന്ന ചെറിയ വഴക്കുകളൊക്കെ ബിഗ് ബോസ് വീട്ടിലും ഉണ്ടായിട്ടുണ്ട്. ബിഗ് ബോസ് വീട്ടിൽ ചിലരുമായി എൻ്റെ വേവ് ലെങ്ത് കറക്റ്റായിരുന്നു. അതിനകത്ത് ഞാൻ ആത്മാർത്ഥ സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞവർ എൻ്റെ ആത്മാർത്ഥ സുഹൃത്തുക്കളായിരിക്കും. അല്ലാത്തവർ എൻ്റെ സുഹൃത്തായും ഇനി അങ്ങോട്ട് കൂടെ ഉണ്ടാകുമെന്നും മണിക്കുട്ടൻ പറയുകയാണിപ്പോൾ. നവരസയാണ് നടൻ്റെ പുറത്തിറങ്ങാനിരിക്കുന്ന സിനിമ. ആന്തോളജി വിഭാഗത്തിൽപ്പെട്ട ചിത്രത്തിൽ പ്രിയദർശൻ സംവിധാനം ചെയ്ത ചിത്രത്തിലാണ് മണിക്കുട്ടൻ അഭിനയിക്കുന്നത്. പുറത്തു വന്ന ട്രെയിലർ മണിക്കുട്ടൻ ആരാധകർ ഇപ്പോൾ ആഘോഷമാക്കിയിരിക്കുകയാണ്. MK എന്നുള്ള കമന്റ് ട്രെയിലറിന് ചുവടെ ഇടം പിടിച്ചിരുന്നു. അതൊക്കെ വൈറലായി മാറുകയും ചെയ്തിരുന്നു.